ഹലോ ഗൈസ്, വൺസ് അഗൈൻ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം എൻ്റെ കോലം കണ്ടിട്ടാരും തെറ്റിദ്ധരിക്കേണ്ട. കാരണം വേറൊന്നുമല്ല, നമ്മളിപ്പോൾ ഒരു ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പം അത്യാവശ്യം പുകച്ച് കാര്യങ്ങളെല്ലാം നല്ല നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, ബിഹൈൻഡ് ദ സീൻ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും. അപ്പം ഇവിടെ ഓടി നടന്നിട്ട് ഞാൻ മാത്രമല്ല കേട്ടോ, കുറച്ചേറെ ആൾക്കാരുണ്ട്, അവരെല്ലാം പരിചയപ്പെടുത്താറുണ്ട്. അപ്പോൾ ഈ സംഭവങ്ങളെല്ലാം കൂടെ സെറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു പ്രോസസ്സ് കഴിഞ്ഞിട്ട് നിൽക്കുന്നതാണ്. അതുകൊണ്ടാണ് ഈ കോലം. അപ്പം ആക്ച്വലി നമ്മൾ ചെയ്യാൻ പോകുന്ന പറഞ്ഞാൽ വിഷു ബേസ് ചെയ്തിട്ടൊരു ഷൂട്ടാണ്. അപ്പം ഇപ്രാവശ്യം ഞാനങ്ങനെ ഒരു വിഷുവിനെ സംബന്ധിച്ച് എല്ലാ തവണ നമ്മൾ ഓരോരോ ഷൂട്ട് കൊണ്ടുവരുന്നതാണ്. ഇപ്രാവശ്യം അങ്ങനെ ചെയ്യാൻ എനിക്കൊരു പ്ലാൻ ഇല്ലായിരുന്നു. പക്ഷേ എനിക്ക് ചെയ്യാനൊരു ഐഡിയ തന്നു വേറൊരാളാണ്. ആളെ ഞാൻ ഇതിനകത്ത് കാണിക്കാം. ആൾക്കാരെ ഞാൻ ഇതിനാ വീഡിയോയിൽ ഞാൻ കാണിക്കാം. ഞങ്ങൾ ഒരിടയ്ക്ക് വെച്ചിട്ട് കുറച്ചാളെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു 2-3 മന്തിന് മേലെയല്ലേ. ഓക്കെ, 2-3 മന്തിന് മേലുണ്ട്. ഇവിടെ കുറച്ച് ആൾക്കാർ നിൽപ്പുണ്ട് കേട്ടോ, ഞാൻ കാണിക്കാം. 2-3 മന്തിന് മേളിലായിട്ടുണ്ട്. നമ്മൾ മാളികപ്പുറം മൂവിയുടെ മാളികപ്പുറം മൂവിയുടെ ഒരു സീൻസ് എടുത്തിട്ട് നമ്മൾ ഒരു സോങ് എടുത്തിട്ട് ഒരു വീഡിയോ ഞങ്ങൾ റീക്രിയേറ്റ് ചെയ്തായിരുന്നു. നല്ല രീതിയിൽ വൈറലായെന്ന് ചോദിച്ചാൽ നല്ല രീതിയിൽ വൈറലായിട്ടുണ്ടായിരുന്നു. ആ മൂവിയുടെ സ്ക്രിപ്റ്റ് റൈറ്റർ ആയിട്ടുള്ള അഭിലാഷ് പിള്ളൈ സാറ് മോഡലിൻ്റെ അടുത്ത് ഡയറക്റ്റ് വന്നിട്ട് അപ്രിഷ്യേറ്റ് ചെയ്തിട്ട് അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ മോഡൽ കുട്ടിയുടെ പേജ് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എല്ലാവരും കയറി കാണുക, കാണാതിരിക്കില്ല, എല്ലാവരും കയറി കാണുക. അപ്പോൾ നമ്മൾ ആ കുട്ടീനെ വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഫോട്ടോഷൂട്ട് ചെയ്യുന്നത്. ശ്രീകുട്ടി എന്നാട്ടോ ആ കുട്ടിയുടെ പേര്. അങ്ങനെയല്ലേ? കൃഷ്ണപ്രിയ. ഓക്കെ, സോറി, ഞങ്ങളെല്ലാവരും ശ്രീകുട്ടി എന്ന് വിളിച്ചിട്ട് എൻ്റെ പേര് ശ്രീകുട്ടി എന്ന് പറയുള്ളൂ. കൃഷ്ണപ്രിയ എന്നാണ് ആളുടെ പേര്. അപ്പോൾ ശ്രീകുട്ടിനെ വെച്ചിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. ശ്രീകുട്ടിയുടെ അമ്മയാണ് ആക്ച്വലി എനിക്ക് ഈ ഐഡിയ പറഞ്ഞു തരുന്നത്. എല്ലാവരും ഇവിടെ ഇപ്പോൾ ഞാൻ എല്ലാവരെയും കാണിക്കാം. എനിക്ക് അപ്പോൾ ഞാൻ മാത്രം ഇങ്ങനെ ഒരുപാട് കിടന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഞാൻ അവർക്ക് കുറച്ചേറെ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ എന്തായാലും ചേച്ചി പറ, എന്താണ് പറയാനുള്ളത്? ഞാനാണ് ശ്രീകുട്ടിയുടെ അമ്മ. ഞാനിങ്ങനെ കുറച്ച് നാളായിട്ട് ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. ഞങ്ങൾ കുറേ വീഡിയോസ് ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ വിഷുവിൻ്റെ ഒരു ഫോട്ടോഷൂട്ട് വെക്കണം ഞാൻ പ്ലാൻ ചെയ്തപ്പോൾ തന്നെ ഞങ്ങളുടെ ഒഫീഷ്യൽ ഫോട്ടോഗ്രാഫർ ഡയറക്ടർ ഞാൻ ഇപ്പം തന്നെ വേർക്കുന്നുണ്ട്, നല്ലപോലെ വേർക്കുന്നുണ്ട്. ബാലുവിൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ ബാലു ഇതെല്ലാം പക്ക പ്ലാൻ ചെയ്ത് ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. അതായത് ഇതെൻ്റെ സ്റ്റുഡൻറ്റ് ആവണിയുടെ വീടാണ്. ആവണി ഇപ്പം ആടുജീവിതത്തിലൊക്കെ അഭിനയിച്ച സിനിമയൊക്കെ ഇറങ്ങി ഇത് താരമായിട്ടിരിക്കുകയാണ്. ആവണിയുടെ വീട്ടിലാണ് ഞങ്ങളിതെല്ലാം സെറ്റാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവരെല്ലാവരുമാണ് മോഡലിലെ ഗ്രൂമേഴ്സ്. ഇവരെല്ലാവരും കൂടി ചേർന്നാണ് ശ്രീകുട്ടീനെ ഇത്രയും ബ്യൂട്ടിഫുൾ ആക്കി മാറ്റിയേക്കുന്നത്. ഈ വേഷം കണ്ടത് ഞെട്ടണ ഇവർ എൻ്റെ ഡാൻസ് സ്കൂളിൽ, അതായത് എനിക്ക് ഡാൻസ് സ്കൂളുണ്ട്, നിർമ്മല ഡാൻസ് സ്കൂൾ, അത് പാലായിലാണ്. എൻ്റെ സ്റ്റുഡൻസ് ആണ് കുട്ടികൾ. നമ്മുടെ ക്ലാസ് കഴിഞ്ഞിട്ട് ഡയറക്റ്റ് ഇങ്ങോട്ടേക്ക് വന്നിട്ടാണ് ഇവിടെ എല്ലാം അവരുടെ വീട്ടിൽ സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ എൻ്റെ കസിൻ ചേച്ചി, എൻ്റെ ഇളയ മോള് ശ്രീകുട്ടിയുടെ അനിയത്തിയാണ്. അങ്ങനെ ഇവിടെ എല്ലാം ഞങ്ങളുടെ ഡയറക്ടർ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. ഇനി ഞങ്ങൾ ഫോട്ടോസ് എടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരുപാട് കാര്യങ്ങൾ ഷൂട്ടിനെ പറ്റി പറയണത്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ അതുപോലെ ഇവിടെ സംഭവം എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലൈറ്റ് പള്ളും കാര്യങ്ങളെല്ലാം നമ്മൾ എൻ്റെ പേജിൽ കൂടുതലും ഈ ഒരു സംഭവത്തെ പറ്റിയാണ് നമ്മൾ കാണിച്ചിട്ടിരിക്കുന്നത്. അപ്പം കുറേ സംഭവങ്ങളല്ലാതെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നടന്ന കുറേ സംഭവങ്ങൾ കാണിക്കാനുണ്ട്. അപ്പോൾ എന്തായാലും വഴിയേ വരും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഷൂട്ട് ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കാരണം ഒരുപാട് വീഡിയോസ് ഇനിയും വരാനുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി വീഡിയോസിലേക്ക്. അപ്പം നമ്മൾ അത്യാവശ്യം ലൈറ്റപ്പ് കാര്യങ്ങളെല്ലാം ഇവിടെ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇന്ന് യൂസ് ചെയ്യുന്ന ക്യാമറ എന്ന് പറഞ്ഞാൽ ആക്ച്വലി മാർക്ക് 4 ആണ് യൂസ് ചെയ്യുന്നത്. മാർക്ക് 4 അതുപോലെ തന്നെ 85-ൻ്റെ ഒരു 1.8 വരുന്ന ലെൻസാണ് ആക്ച്വലി ഇന്ന് യൂസ് ചെയ്യുന്നത്. 1.4 ഉണ്ട്, 1.2 ഉണ്ട്. ഫോട്ടോസ് എടുക്കുന്നവരെല്ലാം ഫോട്ടോഗ്രാഫേഴ്സിന് അറിയാം അതിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് അറിയാം. മീൻസ് ബ്ലോക്ക് ലെൻസ് എടുക്കുന്നതിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് എല്ലാവർക്കും നല്ലപോലെ അറിയാം. അപ്പോൾ ഞാൻ ഇന്ന് ആക്ച്വലി യൂസ് ചെയ്യുന്ന 1.8-ൻ്റെ ഒരു ലെൻസാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ അത് കൂടാതെ തന്നെ 85mm ഒരു ഒറ്റ ഞാൻ ബാക്കിൽ വെച്ചിട്ടുണ്ട്. ഗോഡക്സിൻ്റെ ഒരു ഫ്ലാഷാണ് ഞാൻ അതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു 1 സൈഡ് ലൈറ്റ് കൊടുത്തിട്ട് ബാക്കിൽ നമ്മൾ 2 വീഡിയോ ലൈറ്റ് വെച്ചിട്ടുണ്ട്. നമ്മൾ ബാക്കിൽ നോക്കുമ്പോൾ പറയാം അവിടെ ഒരു വീഡിയോ ലൈറ്റ് വെച്ചിട്ടുണ്ട്. ഈ ഒരു പോർഷനിലായിട്ട് നമ്മളൊരു വീഡിയോ ലൈറ്റ് വെച്ചിട്ടുണ്ട്. സോ ബാക്കിൽ നിന്ന് വീഡിയോ ലൈറ്റ് വെച്ചിട്ട് ബാക്കിൽ നിന്ന് നല്ല രീതിയിൽ സ്മോക്ക് ചെയ്ത് ആ സ്മോക്ക് ചെയ്ത് വരുന്ന ടൈമിൽ ഫ്രണ്ടിൽ നിന്ന് നമ്മളൊരു 1 സൈഡ് ഫ്ലാഷ് കൊടുത്തിട്ട് അങ്ങനെ ഒരു ഫോട്ടോ സെക്ഷനാണ് നമ്മൾ ആക്ച്വലി ഉദ്ദേശിക്കുന്നത്.
ഷൂട്ടൊക്കെ ഏറെക്കുറെ തീർന്നിട്ടുണ്ട്. BTS കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ ഞാൻ ഇതിനകത്ത് വേറെ 2 പേരെ ഞാൻ മെൻഷൻ ചെയ്തില്ല, മെൻഷൻ ചെയ്യാൻ മറന്നു പോയതല്ല. ആ ടൈമിൽ അവർ ഞാൻ പറഞ്ഞില്ല കുറച്ച് ബാക്കിൽ നിന്നൊക്കെ കുറച്ച് ലൈറ്റ് പുക സംഭവങ്ങളെല്ലാം കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ എല്ലാത്തിനും അതിൻ്റെ ഇതായിട്ട് 2 പേര് പുറകിൽ ഇതിൻ്റെ ഭയങ്കരമായിട്ട് അവരെനിക്ക് തോന്നുന്നത് നമ്മളെക്കാട്ടിലും കൂടുതൽ നല്ല രീതിക്ക് അവർ പുകഞ്ഞിരുന്നത്. ഞാൻ വീഡിയോ കാണിച്ചു തരാം, വീഡിയോ തന്നെ മനസ്സിലാവും. പുകഞ്ഞെന്ന് പറഞ്ഞാൽ അതുപോലെ പുകഞ്ഞിരുന്ന് അതാണ്ടേ ഇവർ 2 പേര് കേട്ടോ. ഇവരാണ് ഈ ബാക്കി പുക ഞാൻ പറഞ്ഞത്. നമ്മുടെ മെയിനായിട്ട് സംഭവം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ബാക്കിൽ ലൈറ്റ് കൊടുത്തിട്ട് മാത്രമല്ല, ലൈറ്റ് കൊടുത്താൽ ഓക്കെ, പടം ഓക്കെയാണ്. ബട്ട് എന്നാലും നമുക്ക് ആ ഒരു ഉദ്ദേശിക്കുന്ന ഒരു ഫീല് കിട്ടണമെങ്കിൽ നല്ല രീതിയിൽ ബാക്കിൽ നിന്ന് സ്മോക്ക് വരണം. അങ്ങനെ ഒരു സെറ്റപ്പായിരുന്നു നമ്മൾ ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ നല്ലപോലെ ഇവർ ഒരു അകത്തളമാണ് നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും. അപ്പം അതിനകത്തിരുന്നിട്ട് ഇവർ കംപ്ലീറ്റ് 2 സൈഡിലും ഇരുന്നിട്ട് ഫുള്ള് പുകച്ചിട്ടാണ് ഇവർ സംഭവം ചെയ്തിരുന്നത്. അപ്പം നല്ല രീതിയിൽ പുകഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ മെയിനായിട്ട് ഇതിനകത്ത് കാണിക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ BTS എല്ലാം ഇനിയും വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും മിസ്സിയിൽ ഫുള്ളിരുന്നാണ്.